ആസൂത്രിതമായി കൊലപാതകം നടത്തിയെന്നതടക്കമുള്ള നിർണായകമായ 7 കണ്ടെത്തലുകളാണ് സൗദി ബാലന്റെ മരണത്തിൽ റഹീമിനെതിരെ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലും ഇത് ആവർത്തിച്ചു. കൊലപാതകം വ്യക്തമാക്കുന്ന കുറ്റസമ്മതമൊഴി, റഹീമിനെതിരെ കൂട്ടുപ്രതി നസീർ നൽകിയ മൊഴി, ഫോറൻസിക് പരിശോധനാ ഫലം, മെഡിക്കൽ റിപ്പോർട്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴി എന്നിവയെല്ലാം സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചും വിശദമായി പറയുന്നുണ്ടെന്നാണ് സൂചന. അതേസമയം മനഃപൂർവ്വം കൊലപാതകം നടത്തിയിട്ടില്ലെന്നും അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും മരിച്ച ബാലനുമായി മുൻവൈരാഗ്യമില്ലെന്നും റഹീം ഇന്നും കോടതിയെ ബോധിപ്പിച്ചു. അംഗപരിമിതിയുള്ള ബാലൻ തുടർച്ചയായി മുഖത്തേക്ക് തുപ്പിയപ്പോൾ സ്വാഭാവികമായി കൈകൊണ്ട് തടയുക മാത്രമാണ് ചെയ്തതെന്നും റഹീം വിശദീകരിച്ചു. എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകൾ പരിശോധിക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. സൗദിയിലെ പ്രൈവറ്റ് റൈറ്റ് പ്രകാരം ദിയാദനം സ്വീകരിച്ച് കുടുംബം മാപ്പാക്കുകയും വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തെങ്കിലും പബ്ലിക് റൈറ്റ് പ്രകാരം കൂടി റഹീമിന് വിടുതൽ കിട്ടേണ്ടതുണ്ട്. ഇതെല്ലാം പരിഗണിച്ച ശേഷമാകും ക്രിമിനൽ കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം തീരുമാനം പറയുക. മാതൃഭൂമി ന്യൂസ്, റിയാദ്.